ഹായ് ഫ്രണ്ട്സ്, ഒരു ജാതി ജാതകം. ഓ, മനോഹരമായ സിനിമ കേട്ടാ. ഈ സിനിമ റിവ്യൂവിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടപ്പോ പോരാ അത് ഇതെന്നൊക്കെ വളരെ നെഗറ്റീവ് പറഞ്ഞ് കേൾക്കണമെന്ന്. പക്ഷെ അതങ്ങനല്ല. വളരെ മനോഹരമായ എന്റർടൈൻ സിനിമ. കൊടുക്കണ പൈസക്ക് മുതലാണ്. എന്താ ഫിലിം എന്നറിയാം. മനോഹരമായ സിനിമ സത്യം കേട്ടാ. ഇതിന്റെ കഥ ഉണ്ടല്ലോ, പിണഞ്ഞ് പിണഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെ ഇത് എഴുതിയാന്തോ ഇതിന്റെ കഥ. ഓ, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫിലിം, ഹാപ്പിയാണ്. നമുക്ക് എപ്പോഴും ചില ഫിലിം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ആ സന്തോഷം മൂടാണിത്. എന്ത് പറയാൻ, അതിന്റെ കഥ അല്ലാത്ത കഥയാണ് കേട്ടാ. തമാശ എന്ന് വെച്ചാൽ കോർത്ത് കോർത്ത് വെച്ചേക്കുന്നത് നല്ല തമാശകൾ, അത് ആവശ്യമുള്ള തമാശകൾ. വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഈ കഥാപാത്രത്തിന്, കാരണം പുള്ളിയുടെ ഒരു കുറവ് കാണിക്കണമല്ലോ. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ലാസ്റ്റിൽ പറയുന്നുണ്ട്, നീ തവളയെ പോലെ ഇരിക്കുന്നില്ലേ. സ്വന്തം അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണം അവൻ. ഓ, വളരെ ഭയങ്കര രസമായ പടം കേട്ടോ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടം. ആദ്യത്തെ സീന് തന്നെ സ്വപ്നത്തിൽ ഒരു കല്യാണം നടക്കുന്നതാണ്. അപ്പോൾ ചാടി അഴിച്ചിട്ട് പറയണം, ഓ പണ്ടാരടങ്ങ് സ്വപ്നത്തിൽ പോലും എനിക്ക് കല്യാണം നടക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. ഓ സത്യം ഭയങ്കര രസകരമായ പടം. ചിന്തിക്കുമ്പോൾ എനിക്ക് ചിരി വരെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കുറച്ച് നീളമുണ്ട്. സംഭവങ്ങളൊന്നും കുഴപ്പമില്ല. ലാസ്റ്റില് ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഒരു ആ ക്ലൈമാക്സിന് വേണ്ടി ഒരു ചെറിയൊരു നീട്ടം അത് കൂടിപ്പോയോ എന്നെനിക്ക് തോന്നി. പക്ഷെ ടോട്ടലി കേട്ടോ, ഇറങ്ങി വരുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാവില്ല. വളരെ സന്തോഷമായ ഒരു ഫ്രഷ് മൈൻഡ് ഉണ്ടായിരിക്കും. ഇതിന്റെ മെയിൻ വേഷം വിനീത് ശ്രീനിവാസൻ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കൂടെ നിഖില വിമലുണ്ട്, ബാബു ആന്റണി ഉണ്ട്, പി കുഞ്ഞികൃഷ്ണനുണ്ട്, മൃദുൽ നാരായണനുണ്ട്. ഇവരെല്ലാം വളരെ മനോഹരമായ അവരവരുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു സിനിമ, ആവറേജ് സിനിമ. വലിയ ബൂസ്റ്റപ്പ് കൊടുത്ത് അപാരമായ സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല സന്തോഷകരമായി ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ നല്ല സിനിമ. ഡബിൾ മീനിങ് തെറികളൊന്നും വലുതായിട്ടില്ല. മനോഹരമായ സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.